ആദരണീയരായ സ്ഥാപനത്തിലെ അധ്യാപകർ, രക്ഷിതാക്കൾ, മാനേജ്മെന്റ് ഭാരവാഹികൾ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറെ അടുപ്പമുള്ള സഹാബിയും ആദർശധീരനായ നേതാവും വലിയ ജ്ഞാനിയും ഒരു മാതൃകാ ഭർത്താവുമായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം, നേതൃപാടവം, കൂടാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായുള്ള മനോഹരമായ വൈവാഹിക ജീവിതം എന്നിവയെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഗം ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായുള്ള വൈവാഹിക ജീവിതമാണ്. അവരുടെ കുടുംബ ജീവിതത്തിൽ സ്നേഹം, ആദരവ്, സമർപ്പണം എന്നിവയുടെ വലിയ മാതൃകകൾ നമുക്ക് കാണാനാകും. ഒരുപാട് ധനമോ സ്വത്തുക്കളോ ഇല്ലായിരുന്നപ്പോഴും അവർക്കിടയിലെ സ്നേഹബന്ധം വളരെ ശക്തമായിരുന്നു. ഗർഭിണിയായിരിക്കെ ഉർമാമ്പഴം കഴിക്കാൻ ആശിച്ച ഫാത്തിമ ബീവി തന്റെ ആഗ്രഹം ഭർത്താവായ അലിയാർ തങ്ങളോട് പറഞ്ഞപ്പോൾ അലിയാർ തങ്ങൾ കീശയിൽ തപ്പിയപ്പോൾ ഒന്നുമില്ലായിരുന്നു. നേരെ ഒരു തോട്ടത്തിലേക്ക് പോയി അവിടെ പണിയെടുത്ത് കിട്ടിയ പണവുമായി അദ്ദേഹം തന്റെ ഭാര്യക്ക് ഉർമാമ്പഴം വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വഴിയിൽ പാവപ്പെട്ട ഒരാൾ വിശന്ന് കരയുന്ന കാഴ്ചയാണ് കാണുന്നത്. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഏറെ ഇഷ്ടത്തോടെ വാങ്ങിയ ഉർമാമ്പഴം അദ്ദേഹത്തിന് നൽകി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉർമാമ്പഴം കൊണ്ടുവരുമെന്നതും പ്രതീക്ഷിച്ച് ഫാത്തിമ ബീവി വീട്ടിൽ കാത്തിരിക്കുകയാണ്. കയ്യിൽ ഒന്നുമില്ലാതെ കയറി വന്ന ഭർത്താവിനെ കണ്ടപ്പോൾ ഭാര്യക്ക് വിഷമമായി. നടന്ന സംഭവങ്ങൾ അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് വിശദീകരിച്ചു. ഇത് കേട്ട ഫാത്തിമ ബീവിക്ക് വലിയ സന്തോഷമായി. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ക്ഷമിച്ചും സഹിച്ചും എക്കാലത്തും എടുത്തു പറയാവുന്ന രീതിയിൽ ഒരു മാതൃകാ ജീവിതം അവർ നയിച്ചു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കുറിച്ച് എപ്പോഴും ആവേശത്തോടെ സംസാരിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് സന്തോഷകരമായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.